പാകിസ്ഥാന്റെ ഇതുവരെയുള്ള ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണങ്ങളെല്ലാം ഫലപ്രദമായി പ്രതിരോധിക്കാൻ നമുക്ക് S-400 അല്ലെങ്കിൽ സുദർശന ചക്രം മതിയായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ യഥാർത്ഥ ബ്രഹ്മാസ്ത്രം അതൊന്നും അല്ല. അപ്പൊ അതൊന്ന് പുറത്തെടുത്താൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതും അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈലാണ്. ഏറ്റവും വേഗത കൂടിയ ക്രൂയിസ് മിസൈൽ. അതിനേക്കാളും മികച്ചതൊന്ന് ലോകത്തില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഓൾറെഡി ഫിലിപ്പൈൻസ് എന്നുള്ള രാജ്യം ഇന്ത്യയുടെ എന്നത് വാങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പുതിയ റിപ്പോർട്ട് അനുസരിച്ച് വിയറ്റ്നാം 6000 കോടിയുടെ കരാർ ഇന്ത്യയുമായിട്ട് ഒപ്പിടാൻ പോയാണ്. അത് വാങ്ങാൻ ബ്രസീൽ ഇന്ത്യയുമായിട്ട് ചർച്ചകൾ നടത്തുന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. സൗദി അറേബ്യ, UAE, ഈജിപ്റ്റ്, തായ്ലാന്റ് പോലുള്ള ഒരുപാട് രാജ്യം, ഇന്തോനേഷ്യ ഉടനെ തന്നെ ഇന്ത്യ വാങ്ങാൻ സാധ്യതയുണ്ട് ആ ഒരു സംഭവം. അത് പക്ഷേ അതിനും ഇന്ത്യ കടപ്പെട്ടിരിക്കുന്ന റഷ്യയോടാ. ഇന്ത്യയും കൂടെ ചേർന്നാണ്, റഷ്യയും ഇന്ത്യയും ചേർന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ പേര് ബ്രഹ്മോസ് എന്നാണ്. നിങ്ങൾ എല്ലാവരും അത് കേട്ടിട്ടുണ്ടായിരിക്കും. ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ ആ പേര് വരുന്നത് തന്നെ ഇന്ത്യയുടെയും റഷ്യയുടെയും 2 നദികളുടെ പേരിൽ നിന്നാണ്. ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞ ഇന്ത്യയിലെ റിവറിന്റെ പേരും റഷ്യയുടെ മോസ്കോവ എന്ന് പറയുന്ന റിവറിന്റെ പേരിന്റെ ആദ്യാക്ഷരങ്ങൾ എടുത്താണ് ബ്രഹ്മോസ് എന്നുള്ള പേര് വരുന്നത്. ലോകത്തില് ഏറ്റവും വേഗത കൂടിയ ക്രൂയിസ് മിസൈൽ എന്ന് പറഞ്ഞാൽ സെൽഫ് ഗൈഡഡ് ആയിട്ട് ടാർഗറ്റുകളിൽ പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന മിസൈൽ. ഇത്രയും വേഗതയുള്ള മിസൈൽ ആയതുകൊണ്ട് റഡാറുകൾക്ക് അത് കണ്ടുപിടിക്കാനും പാടാണ്. ഈ ഇടയ്ക്ക് 2022 ഇന്ത്യ അറിയാതെ ഒരു മിസൈൽ ചെന്ന് പാകിസ്ഥാനിൽ വീണെന്നാ പറയുന്നത്, ബ്രഹ്മോസിന്റെ ഒരു മിസൈൽ. അത് പാകിസ്ഥാനും അത് വലിയ മൈൻഡ് ചെയ്തില്ല, അറിയാതെ പറ്റിയെന്നാ കരുതുന്നത്. പക്ഷേ യൂറേഷ്യൻ ടൈംസ് പോലുള്ള ഡിഫൻസ് മേഖലയിലുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് ഇന്ത്യ ചെയ്തതാണെന്നാണ്. കാരണം ഇത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയുന്ന ഒരു പരീക്ഷണമായിരുന്നെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ആണവായുധങ്ങൾ വഹിക്കാൻ കപ്പാസിറ്റി ഉള്ള മിസൈലാണ്. അത് ചെന്ന് വീണാൽ പാകിസ്ഥാന്റെ കാര്യം പോക്കായിരിക്കും. ഇതിന്റെ കരസേന വെർഷനുണ്ട്, നേവൽ വെർഷനുണ്ട്, എയർഫോഴ്സ് വെർഷനുണ്ട്, ഇതെല്ലാം ഉണ്ട്. അന്തർവാഹിനികൾ, ഇന്ന് സബ്മറൈൻസ് യൂസ് ചെയ്യാനുള്ള വെർഷനുണ്ട്, എല്ലാ വെർഷൻസും ഉണ്ട്. ഇത് 300 കിലോമീറ്റർ ആണ് ഇപ്പൊ അതിന്റെ പരിധി. 800 കിലോമീറ്റർ പരിധിയുള്ള ബ്രഹ്മോസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരീക്ഷിച്ചു കഴിഞ്ഞു. അപ്പൊ ബ്രഹ്മോസ് മിസൈലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം. അതൊക്കെ എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പിന്നെ കാണില്ല. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ തൽക്കാലം S-400 എന്ന് പറയുന്ന അല്ലെങ്കിൽ സുദർശന ചക്രം എന്ന് പറയുന്ന ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം വെച്ച് എല്ലാം പ്രതിരോധിക്കുക. യഥാർത്ഥ ആക്രമണം തുടങ്ങിയാൽ ബ്രഹ്മോസ് ഒക്കെ ആയിരിക്കും ഇറങ്ങി കളിക്കാൻ പോകുന്നത്. പാകിസ്ഥാന് പിന്നീട് ഒരു നിലനിൽപ്പും കാണില്ല.